സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 ദിവസത്തെ യാത്രക്കായി ബഹിരാകാശത്തേക്ക് പോയി 9 മാസം അധികം അവിടെ നിൽക്കേണ്ടി വന്ന് തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അവരുടെ യാത്രക്ക് ഒന്ന് ശമ്പളം എത്രയാണ്, ഇത്തരത്തിലുള്ള നാസ ബഹിരാകാശ യാത്ര നടത്തുന്ന ആളുകൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്, സുനിത വില്യംസിന്റെ ശമ്പളം എത്രയാണ്, അവരുടെ ആസ്തി എത്രയാണ്, അതുപോലെ തന്നെ 8 9 ദിവസത്തേക്ക് പോയ യാത്ര 9 മാസം അധികം ജോലി എടുക്കേണ്ടി വന്നപ്പോൾ നാസ എത്രയായിരിക്കും ഓവർ ടൈം സാലറി കൊടുക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പല ആളുകൾക്കും വരുന്നതാണ്. നമുക്ക് മുൻ ബഹിരാകാശ യാത്രികരുടെ അഭിപ്രായത്തിലൊക്കെ എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമതായി നമ്മൾ നോക്കുന്നത് സാലറിയാണ്. യുഎസിന്റെ സാലറി സ്കെയിൽ പ്രകാരം നാസ അവരുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ റാങ്കിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ബഹിരാകാശ യാത്രികർക്ക് എന്ത് ചെയ്യുന്നത്, ശമ്പളം കൊടുക്കുന്നത്. ബഹിരാകാശ യാത്രികർ പൊതുവെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് GS-12 മുതൽ GS-15 വരെയാണ്. ഈ ഓരോ കാറ്റഗറിയിലും വരുന്നത് എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. അതിൽ GS-12 വരുന്ന ആളുകൾക്കാണെങ്കിൽ പൊതുവെ ബേസിക് സാലറി ആയിട്ട് $66,167 അഥവാ ഏകദേശം ഇന്ത്യയിൽ 55 ലക്ഷം രൂപ വരെയാണ് സാലറി ഉണ്ടാവാറ്. അതേ സമയത്ത് GS-13, 14 ഒക്കെ ആണെങ്കിൽ 90,000 മുതൽ 1,40,000 വരെയൊക്കെ ഡോളർ, അഥവാ ഏകദേശം 75 ലക്ഷം മുതൽ 1.1 കോടി വരെയൊക്കെയാണ് ശമ്പളം കിട്ടാറ്. GS-15, 14, 15 ഒക്കെ ആണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യുന്നത് $1,52,000 ആണ്. ഏകദേശം ഇന്ത്യയിലെ 1.2 കോടിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സുനിത വില്യംസ് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഹിരാകാശ യാത്രിക തന്നെയാണ്. അവർക്ക് GS-15 വരുന്നത് കൊണ്ട് അവരുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 1 കോടി ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഏകദേശം 1.26 കോടി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നതെന്നുള്ളതാണ്. ഇത് നോർമൽ സാലറിയാണ്. സാധാരണ ഒരു യാത്ര 9 ദിവസത്തേക്ക് പോയി വരുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനത്തിനോ കിട്ടുന്നതാണ്. അപ്പൊ അവര് ഉദ്ദേശിച്ച സമയത്തെക്കാളും പല എഞ്ചിൻ തകരാറും മറ്റുള്ള തകരാറുകളൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ യാത്ര വൈകുകയും 9 മാസത്തോളം അത് നീണ്ടുപോവുകയാണ് ചെയ്തത്. ഈ 9 മാസം നീളുമ്പോൾ അവർക്ക് സാലറി കൂടുതൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ബോയിങ്ങിന്റെ ബഹിരാകാശ പരീക്ഷണ സ്റ്റാർലൈനിൽ 2024 ജൂൺ 5-നാണ് അവർ ISA-യിലേക്ക് എന്ത് ചെയ്യുന്നത് പോകുന്നത്. 8 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു മടങ്ങേണ്ടിയിരുന്ന അവർ ഏകദേശം 9 മാസത്തിലേറെ അവർക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ ജീവനക്കാർ ചെയ്യുന്നത് പോലെ അവർ 9 മാസം അവിടെ ജോലി ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ എത്രയായിരിക്കും അവർക്ക് എന്ത് ചെയ്യാണ് ഓവർ ടൈം സാലറി കൊടുക്കുക എന്നുള്ളതാണ്. നാസയിലെ മുൻ ബഹിരാകാശ യാത്രികനായിട്ടുള്ള കാഡി കോൾമാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബഹിരാകാശ യാത്രയ്ക്ക് പ്രധാനമായിട്ടും അവരുടെ ശമ്പളമാണ് അവരുടെ പ്രധാനമായിട്ട് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. കൂടാതെ ഇൻഷുറൻസും മറ്റുള്ള ഇവർക്ക് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട പരിശീലനങ്ങളും മാനസിക പിന്തുണയും കാര്യങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട്. യാത്ര അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൂടാതെ ഇത്തരത്തിൽ ഈ ചെലവുകൾ ഭക്ഷണ ചെലവും താമസം ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർക്ക് നൽകുന്ന മറ്റൊരു ചെലവാണ് ഇൻസിഡന്റൽസ് എന്നുള്ള ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു ദൈനംദിന അലവൻസ് അവർക്ക് കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള യാത്രികർക്ക്. അപ്പൊ ഏകദേശം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഏകദേശം ഇൻസിഡന്റൽ തുക എന്ന് പറയുന്നത് ഏകദേശം $4 ആയിരുന്നു ഒരു ദിവസം വെച്ച് നൽകിയിരുന്നത്. അത് ഏകദേശം 2011, 10, 159 ദിവസത്തെ ദൗത്യത്തിന് കാഡി കോൾമാൻ ഏകദേശം $636 ആണ് അധിക ശമ്പളമായിട്ട് ലഭിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 287 ദിവസത്തിലധികം ഇവിടെ ബഹിരാകാശത്ത് ചെലവഴിച്ച സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഏകദേശം കുറഞ്ഞത് അധികമായിട്ട് $1,148 അധിക ഇൻസിഡന്റ് ഇനത്തിൽപ്പെട്ട് അതിൽ നിന്ന് ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഏകദേശം എന്ന് പറയുന്നത് 1 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഇവർക്ക് ഓവർ ടൈം സാലറി ആയിട്ട് എന്ത് ചെയ്യുന്നത് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. സുനിത വില്യംസിന്റെ ഏകദേശ സാലറി എന്ന് പറയുന്നത് മൊത്തം കൂട്ടുമ്പോൾ ഇതുവരെയുള്ളത് എന്താണ് മൊത്തം കൂട്ടുമ്പോൾ ഏകദേശം $1,25,133 എന്ത് മുതൽ $1,62,672 വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഏകദേശം എന്ന് പറയുന്നത് 1.08 കോടി മുതൽ 1.41 കോടി രൂപ വരെ സാലറി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ സാലറി ഒരു ഘടകമാണെങ്കിൽ കൂടിയും സത്യത്തിൽ ഇവർക്ക് കിട്ടുന്നത് സാലറി എന്നുള്ളതിലപ്പുറം ഇവർക്ക് ലോകത്ത് ഇനി ഇവര് വാഴ്ത്തപ്പെടുന്നത് ഇവരുടെ അംഗീകാരം, ഇവര് മറ്റുള്ള ആളുകളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചകളിൽ അത് വരും. സ്വാഭാവികമായിട്ടും ലോകത്ത് ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളിൽ ഒരാളായിട്ട് ഇനി സുനിത വില്യംസ് എണ്ണപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവരുടെ ധീരത അത്ര ദിവസം നമ്മളെ ഭൂമിയിൽ നിന്നുള്ള എല്ലാ വ്യത്യാസങ്ങളോട് കൂടിയുള്ള ജീവിതമാണ് ബഹിരാകാശത്ത് ജീവിക്കേണ്ടത്. തിരിച്ചവര് ഭൂമിയിലേക്ക് വരുമ്പോൾ അവർ നേരിടാൻ പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായിട്ട് അവർ നേരിടുന്നത്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അവരുടെ ശമ്പളം എന്നതിലപ്പുറം അവർക്ക് ലോകത്ത് അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആളുകൾക്ക് എന്താണ് പ്രചോദനമായിട്ട് അവർ മാറും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. എങ്കിലും ശമ്പളം ഒരു ഘടകമായതുകൊണ്ട് നമ്മൾ ശമ്പളവും ഓവർ ടൈം ശമ്പളവും ഇന്നിവിടെ ഡിസ്കസ് ചെയ്തു. മറ്റുള്ള കാര്യങ്ങളോടെ നമുക്ക് എന്ത് ചെയ്യാം ഉടൻ വരാം. അതുവരേക്കും ബൈ.